السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സുബഹ് നമസ്കാരം നിർവഹിച്ചതിന് ശേഷം അവന്റെ വചനങ്ങൾ ശ്രവിക്കുവാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും ഒരുമിച്ച് കൂടിയ നമ്മളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നല്ല ഒരു അമലായിക്കൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 23 വർഷക്കാലം നീണ്ടുനിന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം, ആ പ്രവാചകൻ അനുഭവിച്ച പ്രയാസങ്ങൾ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് നാടും വീടും വിട്ടുകൊണ്ട് പോകേണ്ടി വന്നു. ഈ ഇസ്ലാം നശിച്ചു, അല്ലെങ്കിൽ ഇതിനിവിടെ നിഷ്കാസനം ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന മക്കയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കയിലെ തെരുവോരങ്ങളെ മുഴുവനും പ്രകാശപൂരിതമാക്കിക്കൊണ്ട് വലിയ വലിയ തീപ്പന്തങ്ങളും ഏന്തിക്കൊണ്ട് സ്വഹാബത്തിനോടൊപ്പം കടന്നു വരികയാണ്. അന്ന് കഅബയിൽ പ്രതിഷ്ഠിച്ചിരുന്ന 360 വിഗ്രഹങ്ങളെയും എടുത്ത് പുറത്തിട്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെയും മക്കയുടെയും വിജയം അവിടെ ഉറപ്പിക്കുകയാണ്. അതോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം ഏകദേശം അവിടെ പൂർണ്ണമായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ സ്വാഭാവികമായിക്കൊണ്ടും മുൻകഴിഞ്ഞ കാലത്ത് അനുഭവിച്ചുകൊണ്ടിരുന്ന പീഡനങ്ങൾക്ക് ഒരു അറുതി വന്ന് തങ്ങളുടെ ജന്മദേശം തങ്ങൾക്ക് കീഴിലായി എന്ന് തോന്നുന്ന ഒരു ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലൊരു അഭിമാനബോധവും അഹങ്കാരവും ഒക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സൂചിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് ഇറക്കി. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നു കഴിഞ്ഞാൽ അവന്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി ആളുകൾ പ്രവഹിച്ചുകൊണ്ട് ഒഴുകുന്നത് നിങ്ങൾ കാണുകയും ചെയ്താൽ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അള്ളാഹുവിനെ കുറിച്ചുള്ള കൂടുതൽ ബോധവും അവനിലേക്കുള്ള അടുപ്പവുമാണ്. ഫസബ്ബിഹ്, നിങ്ങൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക. ബിഹംദി റബ്ബിക, റബ്ബിനെ സ്തുതിച്ചുകൊണ്ട്, നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട്. വസ്തഗ്ഫിർഹു, പാപമോചനം തേടുകയും ചെയ്യുക. ഇന്നഹു കാന തവ്വാബ, അവൻ ധാരാളം പൊറുക്കുന്നവനാണ്. സഹോദരങ്ങളെ, ഇവിടെ 3 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. ഒന്ന്, തസ്ബീഹ് ചെയ്യുക, അള്ളാഹുവിന് സ്തോത്ര കീർത്തനം നടത്തുക, അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. രണ്ടാമത്തേത് ഹംദ്, അൽഹംദുലില്ലാ എന്ന് പറയുക. മൂന്നാമത്തേത് ഇസ്തിഗ്ഫാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം തേടുക എന്നുള്ളത്. സഹോദരങ്ങളെ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കൂടി അറിയിച്ചുകൊണ്ടുള്ള ആയത്താണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അതിനോട് യോജിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വഫാത്തിലേക്ക് അടുക്കുന്ന സന്ദർഭമായിരുന്നാലും അല്ലെങ്കിൽ വിജയം വരുന്ന സന്ദർഭത്തിലായിരുന്നാലും ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൃത്യമായിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു അൻ യഖൂല ഖബ്ല അൻ യമൂത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന് മുമ്പായിക്കൊണ്ട് ധാരാളം പറയാറുണ്ടായിരുന്നു, സുബ്ഹാനക്കല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. വബിഹംദിക, നിന്നെ സ്തുതിച്ചുകൊണ്ട്. അസ്തഗ്ഫിറുക, നിന്നോട് ഞാൻ പാപമോചനം തേടുകയും ചെയ്യുന്നു. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത മറ്റൊരു കാര്യമാണ് നമസ്കാരത്തിലെ സുജൂദിലും റുകൂഇലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്ത് അവതരിച്ചതിന് ശേഷം റുകൂഇലും സുജൂദിലും ചൊല്ലിയിരുന്നത് ഈ 3 കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു. നമുക്കറിയാം, ആദ്യം പ്രവാചകൻ ആദ്യകാലത്ത് ചൊല്ലിയിരുന്നത് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം എന്ന സൂറത്തുൽ വാഖിഅയിലെ ആയത്ത് അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റുകൂഇലാക്കുക, അതായത് സുബ്ഹാന റബ്ബിൽ അലീം എന്ന് നിങ്ങൾ ചൊല്ലുക. സബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അഅല എന്ന ആയത്ത് സൂറത്തുൽ അഅലയിലെ ആയത്ത് ഇറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സുജൂദുകളിലാക്കുക, അതായത് സുബ്ഹാന റബ്ബിൽ അഅല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്
ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു അൻ യഖൂല ഫീ റുകൂഇഹി വ സുജൂദിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ റുക്കൂഇലും സുജൂദിലും ഒക്കെ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. എപ്പോഴാണ്? ലമ്മ നസലത്ത്, ഈ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ്, ഈ സൂറത്ത് അവതരിച്ചതിന് ശേഷം എന്താണ് വർദ്ധിപ്പിച്ചത്? സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. പിന്നെ മരണം വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലും റുക്കൂഇലും ചൊല്ലിയിരുന്ന പ്രാർത്ഥനയാണ് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹുവേ നീ മഹാപരിശുദ്ധനാണ്, അല്ലെങ്കിൽ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. റബ്ബന വബിഹംദിക, ഞങ്ങളുടെ നാഥ നിനക്കാകുന്നു സർവസ്തുതിയും, നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു. അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ. സഹോദരങ്ങളെ, 3 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നമ്മൾ സുബ്ഹാന റബ്ബിൽ അലീം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധി മാത്രമാണ് വാഴ്ത്തുന്നത്. സുബ്ഹാന റബ്ബിൽ അഅല എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധി മാത്രമാണ് വാഴ്ത്തുന്നത്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, തസ്ബീഹിന്റെ കൂലി നമുക്ക് കിട്ടും. രണ്ടാമത്തെ, ഹംദിന്റെ കൂലി കിട്ടും. മൂന്നാമത്തെ കാര്യം, നമ്മൾ ചെയ്ത പാപങ്ങളാണ് ഈ ഓരോ നമസ്കാരത്തിലെ ഈ സുജൂദിലൂടെയും റുക്കൂയിലൂടെയും പൊറുക്കുന്നത്. നമുക്കറിയാം, 17 തവണ നമ്മൾ ഫാത്തിഹ ചൊല്ലുന്നുണ്ട്, 17 റക്അത്ത് നമ്മൾ നമസ്കരിക്കുന്നുണ്ട്. ഈ 17 റക്അത്തിൽ എത്ര സുജൂദ് വരും? എത്ര റുക്കൂ വരും? 46 സുജൂദും റുക്കൂവും കൂടി 46 തവണയാണ് നമ്മൾ ഒരു ദിവസം ഈ പ്രാർത്ഥന ചൊല്ലുന്നത്. നമ്മളൊക്കെ പാപം ചെയ്യുന്ന ആളുകളാണ്, അത് പൊറുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഈ പ്രാർത്ഥന സുജൂദിലും റുക്കൂയിലും ഇന്നു മുതൽ വർദ്ധിപ്പിക്കാൻ സാധിക്കണം. അറിയാത്ത ആളുകളുണ്ട്. ഇപ്പൊ പല ആളുകളും ഇത് പഠിപ്പിക്കുന്നില്ല. ഇന്നും സുബ്ഹാന റബ്ബിൽ അലീം, സുബ്ഹാന റബ്ബിൽ അഅല മാത്രം ചൊല്ലുന്ന ആളുകൾ. അത് ചൊല്ലേണ്ടെന്നല്ല, അത് ചൊല്ലേണ്ടവർക്ക് ചൊല്ലാം. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് കിട്ടുന്ന അതിന്റെ ഫായിദ, അതിന്റെ ഉപകാരം അതിനേക്കാൾ വലുതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണം വരെ പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ ഇതില് ഈ പ്രാർത്ഥന അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പഠിക്കണം. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. ഇത് ഒരു തവണ പറഞ്ഞാൽ മതി. ഇനി കഴിയുമെങ്കിൽ ഇതിന്റെ എണ്ണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ എത്രയും വർദ്ധിപ്പിക്കാം. നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ പ്രത്യേകിച്ചും എത്രയും വർദ്ധിപ്പിക്കാം. അപ്പോ സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. റബ്ബന വബിഹംദിക, ഞങ്ങളുടെ റബ്ബെ നിന്നെ സ്തുതിച്ചുകൊണ്ട്. അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരയണമേ. ഈ പ്രാർത്ഥന എല്ലാവരും മനഃപ്പാഠമാക്കുക. അത് നമസ്കാരത്തിൽ അല്ലെങ്കിൽ അല്ലാത്ത സന്ദർഭത്തിലും ഏത് സമയത്തും നമുക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരു ഉത്കൃഷ്ടമായ പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.